എല്ലാവർക്കും ഞങ്ങളുടെ ഓണം റെസിപ്പികളുടെ സെക്കൻഡ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കേമനിയാണ് ഉണ്ടാക്കണേ. സദ്യയിലൊക്കെ വളരെ കേമനായിട്ടുള്ള ഒരാള്, നല്ല എരിവും പുളിയും ഒക്കെയുള്ള നമ്മുടെ സദ്യകൾക്കൊക്കെ ചൊടി നൽകണ ഒരു കറി ഏതാണെന്നറിയോ മോൾക്ക്? വെരി ഗുഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല സദ്യ സ്റ്റൈല് കുറുക്ക് കാളനാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും പാകത്തിനുള്ള ഒരു അളവിലാണ് നമ്മൾ കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം കുറുക്ക് കാളൻ. ഇന്ന് നമ്മൾ സദ്യ സ്റ്റൈല് കുറുക്കുകാളിൻ്റെ റെസിപ്പിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം വീതം കായയും ചേനയാണ് എടുത്തേക്കണത്. ഇത് രണ്ടും നന്നായിട്ട് കഴുകി അതിനുശേഷം അരമണിക്കൂർ നേരം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ എന്തിനാണ് ഇട്ട് വെക്കണതെന്ന് വെച്ചാൽ കായയുടെയും അതുപോലെ തന്നെ ചേനയുടെയൊക്കെ കളർ നഷ്ടപ്പെടാണ്ടിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കറ പോവാനും വേണ്ടിയിട്ടാണ് നമ്മൾ അരമണിക്കൂർ നേരം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇപ്പം ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് രണ്ടും പുറത്തെടുത്തതാണ്. കായയും ചേനയൊക്കെ നമ്മൾ കാളന് വേണ്ടിയിട്ട് നുറുക്കുമ്പോൾ സാമാന്യം വലിയ കഷ്ണമായിട്ട് വേണം നുറുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ കായയും ചേനയൊക്കെ നുറുക്കാനായിട്ട്. കായയും ചേനയും നമ്മളിവിടെ ഈക്വൽ അളവിലാണ് എടുത്താക്കുന്നത്. 250 ഗ്രാം കായയ്ക്ക് 250 ഗ്രാം തന്നെ ചേനയാണ് എടുത്താക്കുന്നത്. ഇന്ന് നമ്മളിവിടെ കാളൻ ഉണ്ടാക്കുന്നത് ഓട്ടുരുളിയിലാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കാളൻ ഉണ്ടാക്കണേന്ന്. ഞാനിവിടെ ഓട്ടുരുളിയിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഉരുളിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി. വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കഷ്ണം വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് എടുത്തത്. നിങ്ങൾക്ക് എത്രയാണ് കഷ്ണം വേകാനായിട്ട് വെള്ളം വേണ്ടത് ആവശ്യത്തിന് എടുത്തോളൂ. ഞാൻ ആദ്യം തന്നെ ഈ വെള്ളത്തേക്ക് കുറച്ച് പച്ചമുളക് ചേർക്കാണ്. ഈ പച്ചമുളക് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് ചെറിയൊരു അളവിൽ മാത്രമേ ചേർക്കണുള്ളൂ. കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമാണ് കാളൻ്റെ ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ കുരുമുളകാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത്. പിന്നെ പച്ചമുളകും. ഞാനിവിടെ പിരിയമുളക്, അതായത് കാശ്മീരി ചില്ലി, എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇത് വെറുതെ ഒരു കളറിനും ഒരു ചെറിയൊരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇത് ഞാൻ 1 സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 സ്പൂണോ 1/4 സ്പൂണോ ചേർത്താൽ മതി. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കണില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർക്കണുള്ളൂ. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഉപ്പ്, കല്ലുപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്കിത് ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം ചേർക്കാം. ഇപ്പം ഞാനൊരു 1/4 കപ്പ് ഉപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി കായം ചേനയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം.
നമ്മൾ ചേനയും കായയും മോര് ചേർക്കണേക്ക് മുമ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം. മോര് ചേർത്താൽ പിന്നെ ചേന വേവില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. എനിക്കിവിടെ ഞാൻ ആദ്യം എടുത്ത വെള്ളം തികഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒന്ന് തിളപ്പിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേന വേവാൻ ആവശ്യമുള്ള വെള്ളം എടുക്കുക. മോര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചേന വേവില്ല. നമ്മുടെ ചേനയും കായൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം. ഞാനിത് തൈരൊന്ന് ഉടച്ച തൈരാണ് ചേർക്കുന്നത്. നമ്മൾ കടകോല് കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തതാണ്. ഞാനിവിടെ 1 ലിറ്റർ തൈരാണ് ചേർത്തേക്കുന്നത്. തൈര് ഞാനൊന്ന് ഉടച്ച തൈരാണ് ചേർത്തത്. ഒന്ന് കടകോല് കൊണ്ട് ഒന്ന് കുത്തി ഉടച്ചതാണ് തൈര്. അപ്പം നിങ്ങൾ എപ്പോഴും തൈര് ചേർക്കുമ്പോൾ ഒന്ന് ഉടച്ച തൈര് ചേർക്കാനായിട്ട് നോക്കാം. അല്ല നിങ്ങൾ കട്ടത്തൈര് തന്നെ അങ്ങനെ തന്നെ ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലിങ്ങനെ പിരിപിരിയായിട്ട് കിടക്കും കാളനിൽ. അതുകൊണ്ടാണ് തൈരൊന്ന് ഉടച്ചിട്ട് ചേർക്കാം. അതുപോലെ തന്നെ നല്ല പുളിയുള്ള തൈരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്താക്കുന്നത്. 1 ലിറ്റർ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര്. അപ്പോൾ എപ്പോഴും കാളൻ നമ്മൾ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ കാളൻ തൈരിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളമൊക്കെ നമുക്ക് ഇങ്ങനെ തീയിൽ ഇത് വറ്റിച്ചെടുക്കേണ്ടി വരും. ഒരു പിടി വേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇനി നിങ്ങൾ ഈ കാളൻ അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് കൈ ഒഴിയാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കാളൻ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. മോരിൻ്റെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും വേപ്പിലയുടെയും ഒക്കെ കൂടിയിട്ട് നല്ലൊരു മണമാണ് വരുന്നത്. നമുക്കിനി ഇതിലേക്ക് നാളികേരം അരച്ച് ചേർക്കാം. നമ്മളിവിടെ കാളനെ അരയ്ക്കാനുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ മോരിന് 1 മീഡിയം സൈസ് നാളികേരമാണ്. അപ്പോൾ നമ്മൾ എത്ര ലിറ്റർ മോരാണോ എടുക്കുന്നത് അല്ലെങ്കിൽ തൈരാണോ എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ നാളികേരം എടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. സാമാന്യം നല്ല ഒരു സ്പൂൺ, അതായത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പച്ചമുളകൊന്നും ഇതിൽ ചേർക്കണില്ല. ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ നാളികേരം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കാളനൊക്കെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം ആവരുത് അരപ്പ്. അപ്പോൾ നമ്മൾ വെള്ളം അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കരുത്. കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്ത നാളികേരമാണിത്. നമുക്ക് ഈ നാളികേരം കാളനിക്ക് ചേർക്കാം. നമ്മുടെ കാളൻ ഇപ്പോൾ തൈരിൽ കുറുകി നല്ല പാകമായിട്ടുണ്ട്, നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നാളികേരം അരച്ചത് ചേർക്കാം. അപ്പോൾ നമ്മുടെ കാളൻ പാകമായി. ഇവിടെ കണ്ടില്ലേ, വെള്ളമൊക്കെ ആവശ്യത്തിനുള്ളൂ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മൾ നാളികേരം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാൻ എല്ലാ തവണയും പറയണ പോലെ അടി കട്ടിയുള്ള ഒരു പാത്രമാണ് ഉരുളി, കൽച്ചട്ടി അല്ലെങ്കിൽ വേറെ നമ്മളിപ്പോൾ വേറെ നമ്മുടെ പാത്രങ്ങളാണെങ്കിൽ നല്ല അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ
അതിൽ ചൂട് കുറേ നേരം നിലനിൽക്കും. അപ്പോൾ ഒരു പാത്രപാകം എന്ന് പറയും. അപ്പോൾ ഈ ഉരുളിയിലിരുന്ന് തന്നെ ഇനി ഈ കാളൻ്റെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നടന്നോളും. അപ്പോൾ നമ്മളിത് വറവൊക്കെ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും 1-1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും കാള നല്ല കട്ട കാളനായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ടീസ്പൂൺ കടുകിടാണ്. വലിയ സ്പൂണാണ് കേട്ടോ കടുക് ഇട്ടാക്കണത്. നമ്മളെപ്പോഴും കാളനൊക്കെ വറവിടുമ്പോൾ കുറച്ച് നന്നായിട്ട് വറവിടണം. എന്നാൽ മാത്രമാണ് അത് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ, അതിനൊരു ടേസ്റ്റും വരുള്ളൂ. ഒരു സദ്യ കാളൻ്റെ ഒരു രുചി വരണമെങ്കിൽ വറവൊക്കെ പിശുക്കിയിട്ടിടരുത്, നന്നായിട്ട് വറവിടണം. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ്. ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇടാണ്. നമുക്ക് ഈ വറവ് കാളനിലേക്ക് ചേർക്കാം. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇന്നത്തെ ടിപ്സിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഈ കാളന് സദ്യാകാളൻ്റെ ഒരു രുചിയും മണവും വരാനുള്ള ഒരു സൂത്രവിദ്യയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഉലുവയും കൂടി വറുത്തിടല്ലോ എന്നുള്ളത്. അപ്പം ഞാനിവിടെ ഉലുവ വറുത്തിട്ടിട്ടില്ല. അതിന് പകരം വേറൊരു പൊടിക്കൈയാണ് ചെയ്യാൻ പോണത്. നിങ്ങൾ ചിലവരിത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചെയ്യാത്ത ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കാളന് ശരിക്കും സദ്യയിലൊക്കെ കിട്ടുന്ന കാളൻ്റെ അതേ ഒരു രുചി മണവും ഉണ്ടാവും. ഞാനിപ്പോൾ നമ്മൾ കടുകൊക്കെ വറുത്തിട്ട് അതേ ചട്ടിയിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യ് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. നമ്മൾ രണ്ടാമത്തെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്നും ഓൺ ആക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഉലുവപ്പൊടി കരിയാനൊന്നും ഇടവരണ്ട. നമ്മൾ ആ കടുക് വറുത്തിട്ടുമല്ലോ, ആ അതേ ചൂടിൽ മതി ആ ചട്ടിക്ക് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണല്ല, ചെറിയ സ്പൂണിലാണ് ഞാൻ എടുത്തത്. അതിലൊരു 1/2 സ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്താക്കുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് കാളനിലേക്ക് ചേർക്കാം. സാധാരണ സദ്യയിലൊക്കെ ഇങ്ങനെ അവസാനം ഉലുവ മൂപ്പിച്ച് ചേർക്കുന്ന ഒരു പതിവുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണയിൽ ഉലുവ മൂപ്പിച്ചാലും മതി. സാധാരണ നമ്മൾ നെയ്യിലാണ് ഉലുവ മൂപ്പിച്ച് ചേർക്കാറുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഒക്കെ നന്ദി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉത്രാടം വരെയുള്ള ഞങ്ങളുടെ തുടർന്നുള്ള സീരീസുകളും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒന്നും കൂടി നമ്മുടെ കാളൻ്റെ ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എല്ലാ സദ്യയിലും എല്ലാ തരത്തിലുള്ള ഐറ്റംസിൻ്റെ പിന്നിലും ചില പൊടിക്കൈകൾ ഉണ്ടാവും. അത് ആ ഒരു പാചകക്കാരൻ്റെ കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ സാധാരണയായിട്ട് ആരും ആ ടിപ്സുകൾ അങ്ങനെ പുറത്ത് പറയാറില്ല. കാരണം അതൊരു അയാളുടെ തന്നെത്താനുള്ള ഒരു പ്രത്യേകതകളാണ്. അതാണ് ആ കാളന്, അല്ലെങ്കിൽ കാളൻ എന്നല്ല, ഏത് സദ്യയുടെ ഐറ്റംസിനും ആ ഒരു തനിമ അതല്ലെങ്കിൽ ആ ഒരു സ്വാദ് നൽകുന്നത് ആ ചില പൊടിക്കൈകളാണ്. ഇന്ന് ഞങ്ങൾ വർമാസ് രുചി വേൾഡ് നിങ്ങളോട് കാളൻ്റെ ഞങ്ങളുടെ ടിപ്സുകളൊക്കെ തുറന്ന് പറയാൻ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 3 ടിപ്സാണ് ഈ കാളനുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാളൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ സാമാന്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കണത്. അത് ഒരുവിധം എല്ലാവരും ചെയ്യണ കാര്യം തന്നെയായിരിക്കാം. തുടക്കക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല, അതുകൊണ്ടാണ് പറയണത്. അതിനുശേഷം നമ്മൾ ഈ കഷ്ണങ്ങൾ
ഒരു അരമണിക്കൂർ നേരം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെക്കണേന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ കായയുടെ കറ പോയി കിട്ടും. രണ്ടാമത്തെ കാര്യം കഷ്ണങ്ങളുടെ നിറം നഷ്ടപ്പെടില്ല. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് വെക്കണം. ഇനി നമ്മൾ രണ്ടാമത്തെ ടിപ്സിലേക്ക് കിടക്കാണ്. രണ്ടാമത്തെ ടിപ്സ് എന്താ വെച്ചാൽ, നമ്മൾ ഈ കാളൻ വേവിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വെള്ളം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 6 പച്ചമുളക് ഇട്ടിട്ട് പച്ചമുളക് വാട്ടിയിട്ടതിന് ശേഷമാണ് നമ്മൾ കഷ്ണങ്ങൾ ചേർത്തത്. സാധാരണയായിട്ട് നമ്മൾ കാളന്റെ അരപ്പിന്റെ കൂടെയാണ് പച്ചമുളക് ചേർക്കാറുള്ളത്. അരപ്പിന്റെ കൂടെ കൂടുതൽ പച്ചമുളക് ചേർത്താനുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ കാളനൊക്കെ മോരൊക്കെ നന്നായിട്ട് തൈര് നന്നായിട്ട് കുറുകിയതിന് ശേഷമാണ് നമ്മൾ നാളികേരം ചേർക്കുക. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അധികം തിളപ്പിക്കാറില്ല. അപ്പൊ എപ്പോഴും കാളന് ചെറിയൊരു പച്ചമുളകിന്റെ ഒരു കുത്തുണ്ടാവും. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കാളന് മുളകിന്റെ കുത്തുണ്ടാവില്ല. ഞാൻ വളരെ ചെറിയ അളവിന് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു പച്ചമുളകാണ് ചേർത്തത്. അതും ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ നന്നായിട്ട് പച്ചമുളകും കുരുമുളകും ഒക്കെ ഇതിൽ നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ തന്നെ ചേർക്കുന്നുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ കാളനൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവരും കാളന് വറുത്തിടുമ്പോൾ കടുകും മുളകും വേപ്പിലേക്ക് വറക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഉലുവയും കൂടി വറുത്ത് ചേർക്കുന്നത്. എന്നാൽ നമ്മളിവിടെ കാളന് ഒരു പ്രത്യേക മണവും രുചിയും വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൊടിക്കൈ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമ്മളൊരു പൊടിക്കൈ ഇവിടെ ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ, നമ്മൾ ഉലുവപ്പൊടി ഒരു 1/2 ടീസ്പൂൺ നമ്മൾ എടുക്കണ കാളന്റെ അനുസരിച്ച് ആണ് നമ്മൾ ഉലുവപ്പൊടി ചേർക്കേണ്ടത്. ഉലുവപ്പൊടി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ അളവിലാണ് കാളൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഉലുവപ്പൊടി കൂടുതൽ എടുത്തോളൂ. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിൽ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് എടുത്താക്കുന്നത്. അത് 1 ടീസ്പൂൺ നെയ്യ് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം അതും കൂടി ഈ കാളനിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കാളന് ഒരു പ്രത്യേക മണവും രുചിയാണ് വരിക. ശരിക്കും ഒരു സദ്യ കാളന്റെ ഒരു പകിട്ട് അത് നമുക്ക് കിട്ടുന്നത് ഈ ഉലുവപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്. അപ്പോൾ ഇത്തവണ നിങ്ങൾ ഓണസദ്യക്ക് കാളൻ ഉണ്ടാക്കുമ്പോൾ ഈ ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിക്കൂ. ഞാൻ ഉറപ്പ് പറയണു, നിങ്ങളുടെ കാളന് ശരിക്കും നല്ല സദ്യ സ്റ്റൈല് കുറുക്ക് കാളന്റെ ഒരു രുചി മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നാളെ കാണാൻ നമുക്ക് മറ്റൊരു ഓണവിഭവമായിട്ട്. അതുവരെ ഗുഡ് ബൈ. പുന്നെല്ലിൻ ചോറു വിളമ്പി നിരനിരയായി ചെറുകറികൾ രുചിയേറും സാമ്പാറുണ്ടേ ഓരരുകിൽ പപ്പടവും പൈനാപ്പിൾ പച്ചടിയുണ്ടേ 100 തികയ്ക്കാൻ ഇഞ്ചിത്തൈരും അവിയലിന് കൂട്ടുപിടിക്കാൻ ഓലൻ കാളൻ തകതകതൈ പുന്നെല്ലിൻ ചോറു വിളമ്പി നിരനിരയായി ചെറുകറികൾ വയറു നിറച്ചോടല്ലേ വരുന്നുണ്ടേ വമ്പന്മാർ പാലടയും പഴം പരിപ്പും ഗോതമ്പും ചക്കയുമായി പ്രഥമനുകൾ പലവിധമായി രുചിയേറും കറികൾ കൂട്ടാം മണമൂറും പായസവും നാടിൻ്റെ തനിമയുമായി വർമ്മാസിൻ രുചിമേളം